ആണ് കേരളത്തിലെ ശരി ശങ്കുറ്റിദാസ് അതിനുള്ള മറുപടി ശങ്കുറ്റിദാസ് പത്മജ വേണുഗോപാലിനെ കൊണ്ടുവരുന്നത് പത്മജയെ കൂട്ടി എന്തോ വലിയ കാര്യം നേടുന്നതിന് വേണ്ടി അല്ലല്ലോ. അവിടെ സ്വാഭാവികമായിട്ടും കെ കരുണാകരൻ എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ആ ഒരു പാരമ്പര്യം അവകാശപ്പെടുക എന്നത് തന്നെയായിരുന്നുവല്ലോ. അത് ബി.ജെ.പിയുടെ സമുന്നത നേതാക്കൾ പറയുന്നുമുണ്ട്. എന്താണ് അതിൽ കുഴപ്പമെന്ന്? അതിനുള്ള മറുപടിയാണ് ജിൻഡോ ഇപ്പോൾ നൽകിയത്. ശങ്കു, നോക്കൂ, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയാണ് പത്മജ വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ പോലും ബി.ജെ.പിയിലേക്ക് വരുന്നത്. പത്മജ വേണുഗോപാൽ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന നേതാക്കളായിരുന്ന രണ്ട് പ്രധാന മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പിയിലേക്ക് വന്നിട്ടുണ്ട്. എ.കെ. ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണി ആണെങ്കിൽ അദ്ദേഹം ഇന്ന് ബി.ജെ.പിയുടെ നാഷണൽ സ്പോക്സ് പേഴ്സൺ ആണ്. അദ്ദേഹം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ്. കെ കരുണാകരൻ കോൺഗ്രസിന്റെ മറ്റൊരു ടോളായിട്ടുള്ള ലീഡറായിരുന്നു. അദ്ദേഹത്തിന്റെ മകളും ഇന്ന് ബി.ജെ.പിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ കുടുംബങ്ങൾ പോലും ഇന്ന് ബി.ജെ.പിയാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് കണക്കാക്കുന്നത്. കോൺഗ്രസ് ഒരു സാധ്യതയുള്ള പാർട്ടിയായിട്ട്, ഭാവിയിലേക്കുള്ള ഒരു പാർട്ടിയായിട്ട് ഇവരുടെ മുതിർന്ന നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. കെ കരുണാകരൻ ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കെ കരുണാകരൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു. കെ കരുണാകരനെ ബി.ജെ.പിക്ക് ക്ലെയിം ചെയ്യാൻ അദ്ദേഹത്തിന്റെ അവകാശപ്പെടാനൊന്നും സാധിക്കില്ല. പക്ഷെ കെ കരുണാകരന് കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചത് എന്താണ്? ബി.ജെ.പിക്ക് കെ കരുണാകരന്റെ രഹസ്യ അവകാശപ്പെടാൻ സാധിക്കില്ലെന്ന് കോൺഗ്രസുകാർ പറയുമ്പോൾ കോൺഗ്രസ് എന്താണ് കെ കരുണാകരനോട് ചെയ്തത്? കെ കരുണാകരന്റെ രഹസ്യ അവകാശപ്പെടാനുള്ള അധികാരം കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ തന്നെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച 1967 തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അന്ന് കേവലം 9 MLA-മാർ മാത്രമാണ് നിയമസഭയിൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. ആ പാർട്ടിയെ ഒരു വലിയ ശക്തിയുള്ള പാർട്ടിയാക്കി മാറ്റുന്ന, EMS മന്ത്രിസഭയെ തന്നെ പിളർത്തുന്ന, പിന്നീട് അച്യുതമേനോനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്ന, പിന്നീട് ഒറ്റയ്ക്ക് അധികാരത്തിലേറാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാവുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണി തന്നെ കെട്ടിപ്പടുക്കുന്ന കെ കരുണാകരനോട് അദ്ദേഹത്തിന്റെ അവസാന കാലത്തിൽ എന്താണ് കോൺഗ്രസ് ചെയ്തത്? അദ്ദേഹത്തിന്റെ അത്രയും കാലത്തെ ജീവിതം അർഹിച്ചിരുന്ന ആദരവോട് കൂടിയിട്ടുള്ള ഒരു വിരമിക്കലാണോ, ഒരു മരണമാണോ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് ലഭിച്ചത്? അദ്ദേഹം എന്താ പറയാ, അത്രയും കാലം കോൺഗ്രസിന് ചെയ്തു കൊടുത്തിട്ടുള്ള ആ സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾക്ക് നന്ദിപൂർവകമായിട്ടുള്ള ഒരു മറുപടിയാണോ കോൺഗ്രസിൽ നിന്ന് കിട്ടിയത്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം 1992 നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടു വന്ന് കരുണാകരനെ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാൻ നടത്തിയിട്ടുള്ള ഉപജാപങ്ങൾ എത്രയാണ്? അദ്ദേഹം 1995 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനാവുന്നത് എങ്ങനെയാണ്? അന്ന് എങ്ങനെയാണ് PV നരസിംഹറാവുവിന്റെ ദൂതനായിട്ട് GK മൂപ്പനാർ കേരളത്തിൽ വന്നുകൊണ്ട് കരുണാകരനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത്? അതിന് പകരമായിട്ട് കേന്ദ്രമന്ത്രിസഭയിൽ ഇൻഡസ്ട്രിയൽ വകുപ്പ് മന്ത്രിയുടെ, വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സ്ഥാനം കൊടുക്കുന്നത്? ആ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് പോയ കരുണാകരൻ തന്റെ ശക്തി കേന്ദ്രമായിരുന്ന തൃശ്ശൂരിൽ 1996 മത്സരിക്കുമ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കേവലം 1480 വോട്ടുകൾക്ക് കരുണാകരൻ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ പരാജയപ്പെടുന്നത്. അന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ലോക്സഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവാകേണ്ട ആളായിരുന്നു കെ കരുണാകരൻ. അതില്ലാതെ സ്വന്തം പാർട്ടി എങ്ങനെയാണ് അദ്ദേഹത്തെ വെട്ടിയത്? പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു അപ്രസക്തനായ, കോൺഗ്രസിനുള്ളിൽ തന്നെ വിമതനായ, റിബലായ, തന്റെ സ്ഥാനത്തിന് വേണ്ടി, തന്റെ പദവിക്ക് വേണ്ടി, തന്റെ ബഹുമാന്യതയ്ക്ക് വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തോട് നിരന്തരമായിട്ട് പോരടിക്കുന്ന, ഒടുവിൽ 2005 ആരാലും വേണ്ടാത്തവനായിട്ട് അവസാനം പാർട്ടി ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്ന, ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കരുണാകരൻ എന്ന പേരിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന, ആ പാർട്ടിക്ക് ശേഷം പിന്നീട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന NCP-യിലേക്ക് പോകുന്ന, അവസാനം അശക്തനായി, ഒരുപക്ഷെ ആലംബഹീനനായി, അഭയാർത്ഥിയായിട്ട് അവസാനം കോൺഗ്രസിലേക്ക് മടങ്ങി വരേണ്ട ഗതികേടിൽ വന്നിട്ടുള്ള ഒരു കരുണാകരന്റെ ലെഗസി ഇവിടെ ഉണ്ട്. ആ കരുണാകരനോട് കോൺഗ്രസ് എന്താണ് ചെയ്തത്? ഇപ്പൊ പറയുന്നു കരുണാകരന്റെ ചിത്രം BJP-ക്കാർ പോസ്റ്ററിൽ ഉപയോഗിക്കുന്നത്. വേണ്ട, BJP-ക്കാർ പോസ്റ്ററിലൊന്നും ഉപയോഗിക്കുന്നില്ല. കോൺഗ്രസ് ഉപയോഗിക്കാറുണ്ട് അവരുടെ പോസ്റ്ററിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കരുണാകരന്റെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ചരമദിനം അവർ ആചരിക്കാറുണ്ടോ? അദ്ദേഹത്തിന് മാന്യമായിട്ടുള്ള ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ടോ? ബജറ്റിൽ വകയിരുത്തിയിട്ടതാണ് കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ. ആ സംഖ്യയിൽ മാന്യമായിട്ട് ഒരു സ്മാരകം നിർമ്മിച്ച് കരുണാകരന്റെ ഓർമ്മ നിലനിർത്താനുള്ള ഒരു പ്രവർത്തനം പോലും ചെയ്തിട്ടില്ല. കരുണാകരന്റെ അന്ത്യവിശ്രമ കേന്ദ്രം ഇപ്പോഴും കുടികൊള്ളുന്നത് കെ മുരളീധരന്റെ സ്വകാര്യ വസതിയിലാണ്, മുരളി മന്ദിരത്തിലാണ്. നാളെ മുരളീധരൻ പാർട്ടി മാറിയിട്ട് ഒറ്റ കോൺഗ്രസ്സുകാരനകത്ത് ചാലുത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു പുഷ്പാർച്ചന നടത്താൻ പോലും സാധിക്കില്ല. കാരണം അത് കോൺഗ്രസിന്റെ ഒരു പൊതുസ്വത്താക്കി മാറ്റാൻ, കോൺഗ്രസിന്റേതായിട്ടുള്ള ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. ഇതിന് പൂർണ്ണമായി മറന്നു കളഞ്ഞ്, ഇവര് പൂർണ്ണമായി ഉപേക്ഷിച്ച, ഒരു ഘട്ടത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്തതിന്റെ യാതൊരു നന്ദിയും കടപ്പാടും ഇവർ കാണിച്ചു. കോൺഗ്രസ്സുകാർക്ക് എന്ത് ലെഗസി അവകാശപ്പെടാനുണ്ട് എന്നാണ് അദ്ദേഹം കരുണാകരന്റെ ചരിത്രത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് പറയുന്നത്. ജിൻഡോ ശങ്കുവിനുള്ള മറുപടി.
ഒറ്റ ചോദ്യം കൂടി അതായത് കെ കരുണാകരന്റെ ലെഗസി ഇവർ അവകാശപ്പെടുന്നത് അവരുടെ പാർട്ടിയിൽ ഇപ്പോഴും തുടരുന്ന കെ മുരളീധരനെ കൊണ്ടാണെങ്കിൽ മകൻ വഴിക്കുള്ള ലെഗസി മകൾ വഴിക്കും വരും. അതല്ലാതെ കെ കരുണാകരന്റെ മകളെ അല്ല എന്ന് പ്രസ്താവിക്കാനുള്ള അധികാരം കോൺഗ്രസുകാർക്കില്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിനെ പറ്റി പറഞ്ഞത് ഏറ്റവും ഹീനവും നെറുകെട്ടതും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വനിതയെ പറ്റി പറയാത്തതുമായിട്ടൊരു ശരി, ജിൻഡോ മറുപടി അതിനുശേഷം ഇതിലേക്ക് പോകാം. ജിൻഡോ മറുപടി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ കരുണാകരന്റെ ഭാര്യയെ പോലും അപമാനിക്കുന്ന പ്രസ്താവനയായിരുന്നു അത്. അത്രയും ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ